കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുവാണ്. അതായത് നമ്മുടെ പുന്നപ്പറയിൽ നിന്നും തങ്കി പള്ളിയുടെ അടുത്ത് എൻ്റെ കൂട്ടുകാരുടെ വീട്. അതായത് ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ +2 വരെ ഒരുമിച്ച് പഠിച്ചതാണ്. ആ കൂട്ടുകാരുടെ പേര് നീനു എന്നാണ് കേട്ടോ. അപ്പോൾ അവളെ കെട്ടിച്ചേക്കുന്നത് തങ്കി പള്ളിയുടെ അടുത്താണ്. അങ്ങനെ അവളുടെ ഹൗസ് വാമിങ്ങിന് പോകുവാണ്. ഞാനും ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോൻ, അതായത് എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ബ്രദറാണ് അവൻ എൻ്റെ. അപ്പം അവൻ്റെ പേര് കുറുമൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പെരാസ്തോലിക്ക് പോയി. അപ്പം നല്ല ലോങ് ഡ്രൈവായിരുന്നു. അതായത് ഞങ്ങൾ ഹൈവേ വഴിയാണ് പോയത്. പടിഞ്ഞാറൻ വഴി പോകുന്നതാണ് എളുപ്പമായിരുന്നത്, പക്ഷേ ഞങ്ങൾക്ക് എണ്ണ അടിക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതലും ഗൂഗിൾ മാപ്പ് വഴിയാണ് നോക്കിയിട്ടാണ് പോയത്. കാര്യം ഞാൻ കല്യാണത്തിന് ഒന്ന് പോയതാണ്, അല്ലാതെ അവളുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല, എനിക്കറിയത്തില്ല. അങ്ങനെ അവനുള്ളതുകൊണ്ട് ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് പോയത്. പിന്നെ പോകുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് അവൻ കൂടെ ഉണ്ടെങ്കിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. വീടും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഞാൻ നടന്ന് കണ്ടു. എന്തായാലും സൂപ്പർ വീടാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വീടാണ് അവൾ വെക്കുന്നതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അവൾ എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു, എടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഭഗവാൻ എത്തിച്ച് അവളുടെ ആഗ്രഹം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിയോൾ അവിടെ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ദേവുട്ടിയും താമ്പുച്ചനും. കാര്യം ഇവർ പെരവാസ്തോലി വിളിക്കാനായിട്ട് നീനുവും ചേട്ടനും കൂടി വന്നപ്പോഴത്തേനും എൻ്റെ ദേവുമോള് ഒളിച്ച് പാത്തിരിക്കുമായിരുന്നു. കാര്യം അവൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഫോണിലൂടെ അവൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ സംസാരിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തിരുന്നു പെരാവസ്തോലി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും ദേവുട്ടിയുടെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഒരു കുഴപ്പമില്ലായിരുന്നു. നീനുൻ്റെ കുട്ടികൾ രണ്ടുപേരുമായിട്ട് ഹാപ്പിയായിട്ട് അവിടെ ഇരുന്ന് ഓടിച്ചാടി കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ താമ്പുച്ചൻ്റെ കാര്യം പറയണ്ടല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ ആരെന്ന് ഇതൊന്നൊന്നുമില്ല. അവളുടെ കാര്യം നോക്കി അവളിങ്ങനെ നടന്നോളും. അപ്പോൾ മുകളിലോട്ടുള്ള സ്റ്റെയറിൻ്റെ മുകളിൽ ദേവും നീനുൻ്റെ മക്കളുമായിട്ട് കളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ കാര്യം സേഫായിട്ട് നീനുൻ്റെ പിള്ളേർ രണ്ടുപേരും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ താമ്പുച്ചനാണെങ്കിൽ എന്നെ ആരും നോക്കേണ്ട കാര്യമില്ല, ഞാനിവിടെ ഇങ്ങനെയൊക്കെ നടന്നോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ചേട്ടനും ഭയങ്കര ബിസിയായിരുന്നു. കാര്യം അറിയാമല്ലോ, പെരാവസ്തോലിയുള്ള ദിവസം ആ വീട്ടിലെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നീനു ഇടയ്ക്കൊന്ന് പറയുന്നുണ്ടായിരുന്നു, എടി ഒന്നും തോന്നല്ലേ, ഇച്ചിരി തിരക്കാണ് കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി പോടി, എനിക്ക് മനസ്സിലാവും, കാര്യം നമുക്കറിയാമല്ലോ എന്തായിരിക്കും എൻ്റെ അവസ്ഥ. ഇതാ നീനുൻ്റെ മക്കളുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് ദേവും താമ്പുമായിട്ട്. അത് മാത്രമല്ല, നീനുൻ്റെ ചേച്ചി നീതു ചേച്ചിയുടെ മക്കളും താമ്പുച്ചനും നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ. കളിക്കാനൊക്കെ തന്നെയാണെങ്കിലും താമ്പുച്ചൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ആ മക്കൾക്ക് ഇടി കിട്ടിയിട്ടുണ്ട്. കാര്യം അവൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൾ നോക്ക് നല്ല അടി അടിക്കുകയും ചെയ്യും, മാന്തുകയും ചെയ്യും, പിച്ചുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബോറടിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ, അതായത് അവിടെ ഒറ്റയ്ക്ക് ഞങ്ങളൊരു മുറിയിൽ തന്നെ ഞാനും കുറുമനും കൂടി ഇരുന്നപ്പോൾ ബോറടിച്ചു. അപ്പോൾ കല്യാണത്തിന് ഞങ്ങൾ അവളുടെ വീടിൻ്റെ തൊട്ട് പുറയിലൊരു വീടിൻ്റെ അടുത്ത് പോയി നിൽപ്പുണ്ടായിരുന്നു. കാര്യം അവിടെ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കണ്ടൽക്കാടാണ് അവിടെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്. അവിടെ മൊത്തം കണ്ടൽ അത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിന് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സാലഡും അച്ചാറൊക്കെ ആയിരുന്നു. അപ്പോൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം ആദ്യം തന്നെ ഉണ്ടായിരുന്നത് കേക്കും വൈനും ആയിരുന്നേ. കുറുമൻ പോയി വൈൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പക്ഷേ വൈൻ കഴിച്ചില്ല. പിള്ളേരുടെ പുറകെ ആയിരുന്നുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ഫ്രൈഡ് റൈസ് മാത്രമായിട്ട് കഴിച്ചത്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നെങ്കിലും കഴിക്കുന്ന ഒരു സമയമായപ്പോൾ ഏകദേശം ആൾക്കാരും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അധികം വീഡിയോസൊന്നും വരുന്ന വഴിക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം വേറൊന്നുമല്ല, അറിയാൻ വയ്യാത്തൊരു യാത്രയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് അതായത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുട്ടിയേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.